ഹലോ ക്യൂട്ടീസ്, ഇതുപോലത്തെ ഹെയർ വെയിൻസ് കുറച്ച് ബീഡ്സും പിന്നെ ഒരു ഗോൾഡൻ വെയറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 2 സൈസിലുള്ള ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് ഇത്തിരി വലിയ ബീഡ്സ് ഹെയറിന്റെ സെന്ററിലാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് പേര് പറയുമെന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഹായ് അതിക ആൻഡ് റബിൻസന, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും കമന്റ് ചെയ്തതിനും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇവർക്ക് മാത്രമല്ല എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു താങ്ക്സ്. നെക്സ്റ്റ് ഞാൻ 3 കുഞ്ഞു ബീഡ്സ് ഒരു വയറിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സൈഡ് നല്ലോണം ട്വിസ്റ്റ് ചെയ്ത് സെറ്റാക്കിയ ശേഷം അടുത്ത സൈഡും ഇതുപോലെ 3 ബീഡ്സ് ഇട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വീണ്ടും ഒരു വലിയ ബീഡ്സ് മൊത്തത്തിൽ സെന്ററിൽ ഇട്ടിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പ്രോസസ്സ് മൊത്തത്തിലൊന്ന് കണ്ടിന്യൂ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെയർ വെയിനിന് എത്രത്തോളം ലെങ്ത് വേണോ അത്രത്തോളം ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ബീഡ്സിന്റെ ഷേപ്പും സൈസും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഹെയർ വെയിൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡലാണ്. ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ട്വിസ്റ്റിംഗ് ആണ്. അപ്പം ഈ ട്വിസ്റ്റിംഗ് ശരിയായി വന്നാൽ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ എടുത്ത വയറിന്റെ ലെങ്ത് ഇത്തിരി കുറഞ്ഞു പോയി. സോ ഞാൻ ഇടയിൽ വെച്ചിട്ട് ചെറിയ പീസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതും ഇതുപോലെ ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലെങ്ത് കൂട്ടാൻ പറ്റും കേട്ടോ. ഒരു ഹെയർ വെയിൻ ഉണ്ടാക്കാൻ മിനിമം 1 മീറ്റർ ലെങ്ത്തിലുള്ള വയറെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. എനിക്ക് ഇത്രയും ലെങ്ത്തുള്ള ഹെയർ വെയിൻ മതി. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് ഇത് മൊത്തത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് അതും വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഒരു ലൂപ്പ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് എക്സസ് ആയ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. ഈ ഹെയർ വെയിൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത്തിരി കയ്യും കാലം പിടിച്ചിട്ടാണെങ്കിൽ ഞാനൊരു മോഡൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക.